പാമ്പുപിടുത്തവും ജനസേവനവും നന്മ പ്രവർത്തനങ്ങളായി ജനസേവനമേറ്റെടുത്ത വീരാൻകുട്ടി. പുന്നൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എടക്കഴിയൂർ തെക്കേ മദ്രസ പള്ളിപ്പറമ്പിൽ വീരാൻകുട്ടിയാണ് പാമ്പുപിടുത്തവും ജനസേവനവും ഒരേപോലെ കൊണ്ടുപോകുന്ന ജനസേവകനാകുന്നത്. 38 വർഷക്കാലത്തോളം പ്രവാസ ജീവിതം നയിച്ച വീരാൻകുട്ടി 2020-ലാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത്. തുടർന്നാണ് പാമ്പുപിടുത്തം സേവന പ്രവർത്തനമായി ഏറ്റെടുത്തത്. തന്റെ ചെറുപ്പകാലത്ത് പിതാവ് ഈ രീതിയിൽ പാമ്പിനെ പിടിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ധൈര്യം ലഭിച്ചതെന്ന് വീരാൻകുട്ടി പറഞ്ഞു. വനം വകുപ്പിന്റെ പരിശീലനം ലഭിച്ച സ്നേക്ക് റെസ്ക്യൂ സർട്ടിഫിക്കറ്റ് നേടിയ അദ്ദേഹം ഈ 5 വർഷ കാലയളവിൽ 400-ൽ പരം പാമ്പുകളെ വലയിലാക്കിയിട്ടുണ്ട്. വീരാൻകുട്ടി അതിനിടയിലാണ് കോൺഗ്രസ് പുന്നൂർകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിന് തന്റെ വാർഡിൽ മത്സരിക്കുവാനുള്ള ദൗത്യം പാർട്ടി പ്രഖ്യാപിച്ചു. വോട്ട് പിടുത്തത്തിനിടയിൽ പാമ്പുപിടുത്തവുമായി മുന്നോട്ടു പോയ വീരാൻകുട്ടി നിലവിലെ LDF അംഗം രജനി ടീച്ചറെ 86 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പഞ്ചായത്ത് അംഗമാകുന്നത്. ഇനിയുള്ള കാലം പാമ്പുപിടുത്തവും ജനസേവനവും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള തീരുമാനത്തിലാണ് വീരാൻകുട്ടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് അങ്ങനെ എൻ്റെ പേരും ഇതൊക്കെ എഴുതിയെടുത്ത് അവർ പറഞ്ഞ് ഇവിടെ ഞങ്ങൾക്കൊരാളില്ല പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്ത്. അതുകൊണ്ട് വീരാൻകുട്ടിക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് അതിന് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചാലക്കുടി വെച്ചിട്ട് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയും അതിൽ വിജയകരമായി റെസ്ക്യൂ പൂർത്തീകരിക്കുകയും ലൈസൻസ് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച അത് പുതുക്കേണ്ട ദിവസമായിരുന്നു. അങ്ങനെ തൃശ്ശൂർ പറവട്ടാണിയിൽ പോയിട്ട് ആ ലൈസൻസ് ഞാൻ പുതുക്കി. ഇപ്പോൾ 10-200-ൻ്റെ മേലെ അണിലിനെ തന്നെ, ഏറ്റവും മാരകമായ അണിലിനെ തന്നെ ഒരു 10-200-ത്തിൻ്റെ ഈ ചാവക്കാട്, പാവർട്ടി, പാങ്ങ്, എടക്കഴിയൂർ, മന്നലാങ്കുന്ന്, പാലപ്പെട്ടി, വരഞ്ഞൂർ ഇങ്ങനെ ഭാഗങ്ങളിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട്.